ഞാനൊരു പാട്ട് പാടാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? വിപണി ശകലം കൈമാറും വിപണി, വിപണി ശകലം കൈമാറും വിപണി. ഇത് അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന മ്യൂസിക് അല്ലേ ഇത് വളരെ ഗൗരവതരമായി, വളരെ സ്പഷ്ടപരമായി, വളരെ ദീർഘതരമായി ചിന്തിച്ച കിട്ടുന്നത് പോലും അല്ല. ഇത് കിട്ടണമെങ്കിൽ വേറെ ചില സെറ്റപ്പുകളുണ്ട്, നമുക്ക് കാണാം. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് വീഡിയോസ് റിയാക്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കണ്ടത് നോക്കാം. നമുക്ക് പുള്ളി എന്താ പറയുന്നത് നോക്കാം. വേറെ എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പച്ചമലയിൽ പറഞ്ഞ വാനോടിക്കുക. എന്റെ വീടെന്താ ലോഡ്ജാണോ? എന്റെ വീട്ടിലാണ് മോളത്തെ മുറിയിൽ നിന്ന് മാസ്റ്റുബേറ്റ് ചെയ്യണവൻ. വീട് ലോഡ്ജാണോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ നിങ്ങൾ വീട് തുറന്നിട്ട് കൊടുത്ത എന്തിന്? അവന്റെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്തിന് വീട് തുറന്നിട്ട് കൊടുത്തത്? ഇതൊക്കെ നിങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ടൈം? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാനില്ല. അല്ലൻ ജോസ് പിഴ എന്താ ഇതിനെപ്പറ്റി പറയുന്നത് നോക്ക്. സന്തോഷ് വർക്ക് എന്നെ പറ്റി കുറ്റം പറയുന്നുണ്ട്. തനിക്ക് എന്തൊരു നടന്മാരെ പറ്റി കുറ്റം പറയാം, എന്നെ പറ്റി പറയണതിന് വെറുതെ പറയണം, ആരും വിശ്വസിക്കരുത്. ഞാനിത് നിസാറിന്റെ ദേശം കരയുന്നതല്ല, റിയലായിട്ട് കരയുകയാണ്. സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പല ബന്ധുക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ അങ്ങ് പോയി ഓരോന്ന് കാണിച്ചു വെക്കുമ്പോ ഓർക്കണം. ഞാൻ ആ പടം മുള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി. എന്റെ ഈ കരച്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം, കാരണം നിങ്ങള് മനുഷ്യന്മാരാ, വിശ്വസിക്കത്തില്ല. എനിക്ക് പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്രക്ക് വിശ്വസിക്കൂല, നമ്പൂല. പ്രത്യേകിച്ച് നിന്നെ ആരും നമ്പിയാലും നിന്നെ നമ്പൂല. മാറ്റിച്ച് കിടക്കുകയാണ്. ബന്ധുക്കള് വരെ എന്നെ പറ്റി ഇനി കുറച്ച് ദിവസം വീട്ടിലെത്തി ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ. എന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാട്ടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ആറാട്ടും ഈ പിഴയും തമ്മിൽ ഉള്ള ഒത്തുകളിയാണെന്ന് തോന്നുന്നത്. ഈ 2 ദിവസം മുമ്പ് ആറാട്ടെണ്ണയും പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്ന് പറഞ്ഞിങ്ങനെ കരച്ചിലായിരുന്നു, എന്തൊക്കെ പറഞ്ഞ് കരച്ചില്. ഇന്നിതാ പിഴ കരച്ചില്. യവന്മാർ തമ്മിൽ എന്തിനു കാണിക്കണം എന്ന് അവന്മാർക്ക് പോലും അറിഞ്ഞൂടെ, പിന്നെ അങ്ങനെ നമുക്കറിയാം. അടുത്ത വീഡിയോ നോക്കാം. എന്തിനാ കുരുത്തല വാരി തൂക്കിയിട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത്? ഇത് വേറൊന്നുമല്ല, പ്രകൃതി ചികിത്സ. കേട്ടിട്ടില്ലേ? പച്ചിലകൾ അരച്ച് ദേഹത്ത് പുരട്ടുക, പിന്നെ അത് കിട്ടാത്ത ഇപ്പോൾ ചില ഇലകളൊക്കെ ദേഹത്ത് പുരട്ടുക, അങ്ങനെ പ്രകൃതി ചികിത്സയാണ്. അവൻ്റെ തന്നെ വേറൊരു വീഡിയോ കൂടെ ഉണ്ട്, അതുകൊണ്ട് നോക്കാം. പുള്ളി നോർമലല്ല, മേക്കപ്പിൽ ഒരു കുറവുണ്ട്. 2 ചെമ്പരത്തി പൂവിൻ്റെ കുറവ്. ഈ 2 ചെവിയിൽ ഓരോന്ന് വയ്ക്കും, അത് കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അടുത്ത വീഡിയോ നോക്കാം. നമ്മുടെ പ്രശസ്തനായ ശ്രീ ആറാട്ട് അണ്ണൻ്റെയും അതികുപ്രസിദ്ധനായ ശ്രീ അലൻ ജോസ് പിഴയുടെയും ശിശുഗണത്തിൽപ്പെട്ട 2 മുന്നണി ഗായകനും അതിലുപരി ഒരു മുന്നണി നർത്തകനുമായ 2 പേരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ബുക്കിങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ്. മുൻകൂർ ബുക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കല്യാണം, അടിയന്തരം, ബർത്ത്ഡേ, പാലുകാഴ്ച എന്നീ ഫംഗ്ഷനുകളിലേക്ക് വന്ന് പാടി ഡാൻസ് കളിച്ച് തരും. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, എങ്കിലും വർത്താണ്.
കാണാം പെർഫോമൻസ്. അകിന്നന്മകനെ പൊന്മകനെ മുത്തായവനെ പിന്നം സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ചു രക്ഷകനെ സമാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽക്കും വീട്ടുന്നില്ലേ നീ പേശയ്ക്ക് വഴും രാജാവിക്കും എല്ലാരും തൊല്ലേ ഇവരെ തൊഴുവാണ് എന്നും ജന തിരക്കേ താലം എടുത്ത് വെച്ചാൽ നോക്കാൻ പോലും മറ്റർ വീട് എല്ലോ വിനാട്ടി ഒരുത്തൻ പാടും മറ്റവൻ കളിക്കും. പാട്ടും നൃത്തവും രണ്ടും ഒരു ബുക്കിങ്ങിൽ. പ്രോഗ്രാം ആവശ്യമുള്ളവർ വിളിക്കുക. അടുത്ത വീഡിയോ നോക്കാം. Like, okay, girl, we want white tickets then. No, I think, like, look, I think it's made in a modern day world and it's targeting younger audiences, but I think it really does carry the nostalgic moments that we know and love from the 04. And the morning that's weird. The audience is by the this as a video നോക്കാം. അല്ല ആരടാ ഈ ഗുണാവാ ஆமா குணாக்கேவிலேருந்து வந்திருக்கோம்ல. நான் குணாக்கேவிலேருந்து தப்பிச்சு வந்திருக்கேன். ആരാടാ ഈ ഗുണവാണ്? എന്നൊരെണ്ണമല്ല, രണ്ടെണ്ണം ഉണ്ട്. ചെറുതായിര് കള്ളക്കഴിവ്. അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം. നമ്മളെ മുകേഷ് അണ്ണൻ്റെ ഫോൺ വിളി. അങ്ങനെയൊക്കെ വലിയ വലിയ ആളാണ്, MLA ആണ്, നാട് ഭരിക്കുന്നവരാണ്. അവരൊന്നും ചുമ്മാ ചില വിളിക്കല്ലേ, അവരെ തിരക്കിനൊന്നും വിളിച്ച് ശല്യപ്പെടുത്തല്ലേ. കേട്ടു നോക്കാം. ഹലോ, എപ്പോഴാണ് മുകേഷ്? ഇന്നലെ രാത്രി വലിയ വിളിച്ചത്, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടിയുള്ള സമയം ആയില്ല. അല്ല, ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. മുഴുവനായിട്ട് എവിടെ? ഹലോ, ഞാൻ കൊല്ലത്ത് വീട്ടില. ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വരട്ടെ? എവിടെ വരട്ടെന്ന്? വല്ല ആരാധകര വല്ല പൗരന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറയാറുണ്ടല്ലോ, രാത്രി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരു പിന്നെ വെക്കട്ടെ ഇങ്ങനെ പറയുന്നു. കള്ളക്കോഴി, കാട്ടുകോഴി, അവരാ തന്നെ കോഴി കാട്ടി കേൾക്കാം. എന്നടുത്ത് ഇപ്പൊ ആളിരിപ്പുണ്ട്. ആളിരിപ്പുണ്ട്, ആളില്ലാത്തപ്പം വെള്ളി. ഹലോ, ഒരു 10 മിനിറ്റ് വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ കള്ളക്കോഴി, കാട്ടുകോഴി, കള്ളക്കോഴി, കാട്ടുകോഴി, കാട്ടുകോഴിത്തരമാണ് ഈ കേട്ടത്. ഇങ്ങനെ വിളിക്കുന്നതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വിഷയം നമ്മളൊരു ആരാധകരോ ഒരു പൗരന്മാരെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങേര് ചീത്ത വിളിക്കണം. ബ്ലഡി റാസ്കൽ കാട്ടുകോഴി. അടുത്ത വീഡിയോ നോക്കാം. 2K പിള്ളേരുടെ അർമാദം. ഇതൊന്നും യോന്മാര് കഞ്ചാവ് അടിച്ചിട്ടോ അല്ലാതെ ഈ ഗണ്ടിയമ്മ ഉണ്ടല്ല അത് വലിച്ചിട്ടോ സ്റ്റിക്കർ വെച്ചിട്ടോ സ്റ്റാമ്പ് കളക്ട് ചെയ്തിട്ടോ ഒന്നും അല്ല. ആൾറെഡി ഇവിടെ ഡ്രഗ്സ്, അത് ഇത്, കഞ്ചാവ്, കോക്കോയിൻ, മാഷ് ഓയിൽ, കരിയോയിൽ, വിരിയോയിൽ എല്ലാം ഉണ്ട്. ഇത് വാങ്ങിക്കാൻ പറ്റാത്തവരും കിട്ടാത്തവരും എന്തിനു പശ വെച്ചടിക്കണ പശ. ഇത് കംപ്ലീറ്റ് പശയടിയന്മാരാണ്. പശ മീൻസ് എന്തുവന്ന്, എന്തൊരു പശയും
പ്ലാസ്റ്റിക് കവറും 50 പൈസയിൽ കാര്യം തീർന്നു. പശയും പ്ലാസ്റ്റിക് കവറും വലിച്ചു കയറ്റിയിട്ടാണ് ഇവർ കാണിക്കുന്നത്. ഏതോ ഒരു ന്യൂസിൽ കണ്ട് എന്തോന്ന് ഇപ്പോഴത്തെ പ്രശസ്ത ഗായകരും അവരൊക്കെ ഭൂരിഭാഗവും ഡ്രഗ്സ് കഞ്ചാവിലാണ്. ഇത്തിരി ഭാവ്യാനുഗമായിട്ടുള്ള എഴുത്തുകളും പാട്ടുകളൊക്കെ പറഞ്ഞെങ്കിൽ കിഞ്ചാവൊക്കെ അടിച്ച് വലിച്ചു കയറ്റി പറഞ്ഞു അതൊക്കെ ആയിരിക്കാം. എന്നാലും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എന്നാലും യുവന്മാർ ഈ സാധനം കൊള്ളാം, നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. കാണിച്ചു തരാം. വിപണി കൈമാറുമോ? ശകലം കൈമാറും വിപണിയെ. അത് മണത്ത് പിടിച്ചതാ. തലേന്ന് കറങ്ങി വരെയാണ് പുതിയ ഐഡിയ. മമ്മക്ക് അവരിതിൽ പോകുമ്പോലെ മമ്മഗം ഗന്ധർവം അങ്ങനെ പറഞ്ഞു. മമ്മഗ അങ്ങനെ പറഞ്ഞിട്ടല്ലോ. വിപണി ശകലം കൈമാറോ വിപണി. ഭാവി തലമുറകളാണ് ഈ വലിച്ചു കയറ്റുന്നത്. ഇപ്പോഴത്തെ ഈ ടൂക്കകളെ കൊണ്ട് കഴിക്കുക. അവൻ്റെ കൂടെ ഒന്നും പറയാൻ ഒക്കില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് വാളും പരിചയം എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ. പറയണ വല്ലതും കേൾക്കാണ്ട ബുദ്ധി ഉണ്ടാകും. അവന്മാർ ഈ GTSലും മറ്റേ ഇതിലുമുള്ള ഈ ഗെയിമിൻ്റെ ഇതിൽ മാത്രമേ അവന്മാർക്ക് അറിയാവൂ. ആളുകളോട് പറയാനും പറഞ്ഞിട്ട് സംസാരിക്കാനും. നമ്മൾ വല്ലതും പറയുമ്പോൾ നമ്മളാവാൻ കിട്ടും. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പം സ്കൂളിൽ പോകുമ്പോൾ അടി കിട്ടാതെ പറഞ്ഞ ദിവസങ്ങളൊക്കെ ചുരുക്കമാണ്. എനിക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമില്ല. എന്നെ വീട്ടിൽ നിന്ന് അടിച്ചോട്ടിരിക്കുക. അതുപോലെ സ്കൂളിൽ നിന്ന് വല്ല അടി കിട്ടിയാൽ നല്ല വേഷം തന്നെ കിട്ടും. ചൂരല പെരമ്പ കരമ്പ അമ്മരൊക്കെ നിങ്ങൾ ഇത്ര വണ്ണമുള്ളതൊക്കെ വെട്ടിക്കൊണ്ട് വെച്ചിങ്ങനെ നമ്മളെ കടിക്കായി. പിന്നെ പോയി വല്ല അടി വല്ലതും കിട്ടിയ വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടും അടി വരാൻ. അപ്പോൾ കിട്ടിയാൽ അത് നമ്മൾ മിണ്ടൂല, പുറത്ത് പറയില്ല. അത് നമ്മൾ പഠിച്ച ആ കാലം അതങ്ങനെ. ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരെ ആരെങ്കിലും ഇല്ല അവൻ്റെ സാറുമാർ തന്നെ ഒന്ന് എന്താ അവൻ്റെ എന്നൊന്ന് ചെനത്ത പിന്നെ അവൻ്റെ സാറിന് നേരെ വീട്ടിൽ പോകാൻ പറ്റുമോ? എടാ വഴിയിലിട്ടടിക്കും. അതൊക്കെ പോട്ട് ഒരടി കൊടുത്തെന്നിരിക്കട്ടെ അവന്. ആ കുട്ടിയുടെ തന്തയും തള്ളവരെ വെറുതെ വിടും. ഉടനെ വരും ആറുവാൻ്റെ പിള്ളാത്തോട്ട് എൻ്റെ പിള്ളാത്തോട്ട് ആറുവാനും ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ ടൂക്കകളെല്ലാം ഇങ്ങനെയാണ്. അതിലൊരു 50% അല്ല, ഒരു ഭൂരിഭാഗം അതിൻ്റെ കാരണം അവൻ്റെയൊക്കെ തന്തയും തള്ളകളും തന്നെ. അവനൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാകുമ്പോൾ അയ്യോ എൻ്റെ പിള്ളേ അടിക്കാൻ പാടില്ല, എൻ്റെ പിള്ളേ അടിക്കാൻ പാടില്ല, അയ്യോ കാണും സിനിമയ്ക്ക് പോകണം. അപ്പോൾ രാത്രി പോകണം. അപ്പോൾ എന്താ ആയിക്കോ ഇന്ന് വന്നാലും ചോദിക്കാതെ ചെല്ലം കൊടുത്ത് ലാളിച്ച് വളർത്തി വിപണി കൈമാറും അങ്ങനെ അതൊക്കെ പാടിക്കൊണ്ട് നടക്കേണ്ട ഗതിയാവും. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പം കുറേ കൂടി ഡെവലപ്പായി. സ്വന്തം തന്നെയും തന്നെ വെട്ടിക്കൊല്ലുന്നത്. എടാ ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുത്ത നീയൊക്കെ തന്നെ ഇല്ലേ? മര്യാദയ്ക്ക് സാറന്മാരടുത്ത് പോയി 2 അടിയും കൊണ്ട് മര്യാദയ്ക്ക് വളർന്നുകൊണ്ടിരുന്നവന്മാർ ഇപ്പം എങ്ങനെ ഇരിക്കണ്? എടാ ഇന്ന് വല്ല സാറന്മാർക്ക് അടി കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ സാറ് വീട്ടിൽ എത്തൂല, സാറിനെ വളഞ്ഞിട്ടടിക്കും. ഇത്രയേ ഉള്ളൂ വലിയ ഭാരം. ഇനി അടുത്ത വീഡിയോ കടന്നു വരിക്കും.